ഞാൻ നിങ്ങൾക്കൊരു സേവനം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്നോട് പറയണം എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലാകുമ്പോൾ അവർ വാങ്ങിക്കും. അപ്പോൾ നോക്കിയേ, അല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ തന്നെ അയ്യോ അവർ വഴക്കിട്ടെന്ന് പറഞ്ഞ് നിലയം വിളിച്ച് അപ്പോൾ തന്നെ ഓടി വന്ന് വീട്ടിൽ കുത്തിരിക്കുകയല്ലേ. അതാണ് സംഭവം. വഴക്കിട്ടേ എന്ന് പറഞ്ഞു, അയ്യോ അവരങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നിലയം വിളിച്ച് വിടും. എൻ്റെ അമ്മ ഇന്ന് എന്നെ പത്രം കൊണ്ട് ചെന്നപ്പോൾ അവരിങ്ങനെ വഴക്കിട്ടെന്ന് പറയും. വല്ല കഥയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. തമ്പുരാൻ തന്ന പണിയാണെന്ന് ഓർക്കാനുള്ള ബോധം പരിശുദ്ധാത്മ വേണ്ടേ? പരിശുദ്ധാത്മാവുണ്ടെ പറയും, മകളെ ഇത് ഈശോ നേരിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇത് ഈ പരീക്ഷ നീ തോക്കരുത്, മറ്റേ പരീക്ഷ ഒക്കെ എഴുതിയെടുക്കുക, ഇത് തോറ്റു കഴിഞ്ഞാൽ പണിയായിരിക്കും എന്ന് പറയും. ഇവൾ തോക്കത്തില്ല. അവൾക്ക് പരിശുദ്ധാത്മ ഉള്ള കാരണം പരിശുദ്ധ ഉപദേശം കൊടുക്കില്ല. പരിശുദ്ധ തോക്കത്തില്ല. അവർ പറയും, അവർ ചോദിക്കുക എന്തുകൊണ്ട് നീ പത്രം വാങ്ങിക്കുന്നില്ലെന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ അവർ ജപജപൊക്കെ അടിക്കും. ഉടനെ ഇവർ പത്രം മേടിക്കും. എന്നിട്ട് വന്ന് പരീക്ഷ എഴുതും. പരീക്ഷ രണ്ടാമത് ഇവിടെ നാട്ടിൽ പരീക്ഷ എഴുതും. പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ പരീക്ഷ എല്ലാം ഓക്കെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആശ്വാസത്തിനാത്മാവേ വരേണമേ, വിശ്വാസത്തിനാത്മാവേ വരേണമേ, ആശ്വാസത്തിനാത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഡോക്ടർ ആൾഡിനെ പറയുന്ന ഒരു വിഷയം, അവസാനം സാക്ഷ്യം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു വിഷയം, അവസാനത്തെ പരീക്ഷയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും ടഫ് സബ്ജക്റ്റ്. അതാണ് നമ്മുടെ പോയിൻ്റ്. ഇത്രയും നാൾ ഞാൻ എഴുതിയ OET IELTS അവിടെ പോയി ഞാൻ ഫ്ലാപ്പ് എഴുതിയ എല്ലാം സിമ്പിളായിരുന്നു. ഫ്ലാപ്പ് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ തോറ്റുപോയി. ഞാൻ നാട്ടിൽ വന്ന് വീണ്ടും പരീക്ഷ എഴുതുമ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നിന്നിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാര്യം ഞാൻ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും പ്രയാസമുള്ളത് അവസാനം മദ്രാസ് എഴുതിയ പരീക്ഷയാണ്. അപ്പം ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞു, ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ തോക്കും. അത്രയ്ക്ക് മോശമായിരുന്നു എന്ന് പറയും. നീ തോക്കുമോ ജയിക്കുമോ എന്ന് തീരുമാനിക്കണം നീയല്ല, ഉടമ്പടിയിൽ നിന്റെ ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും പറഞ്ഞു നിർത്തിയിട്ടാണ് ഡോക്ടർ ആൽഡിൻ പറയണത്, അവസാനത്തെ പരീക്ഷയായിരുന്നു ഏറ്റവും മോശം. പക്ഷെ ആ അവസാനത്തെ പരീക്ഷ ജയിപ്പിച്ചത് ദൈവമാണ്. അത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ഉടമ്പടി വർക്ക് ചെയ്യണത്, നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് നോട്ട് ബൈ മെറിറ്റിലാണെന്ന്, അതായത് ബട്ട് ബൈ ഗ്രേസ്. അവസാനത്തെ പരീക്ഷ എൻ്റെ മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, അത് ഉടമ്പടി പ്രകാരമുള്ള ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ ദൈവത്തിലെ ഓരോ തകർച്ചയും, ഓരോ തരത്തിലുണ്ടാകുന്ന നമ്മൾക്ക് വരുന്ന തട്ടുകേടുകളും നമ്മുടെ സാഹചര്യം എന്തുമാത്രം ബലഹീനമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും കൃപ പ്രവർത്തിക്കാൻ കാലമായി നമ്മളെ ഓർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രത്യാശ. മനസ്സിലായ മക്കളെ? ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കയറി ഡോക്ടർ പറഞ്ഞ് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കും ശരിയാവുമെന്ന്. അത് ശരിയല്ല, അത് ആ മരുന്നല്ല, ഇനി മരുന്ന് ജർമ്മനിയിൽ നിന്ന് വരുത്തിക്കണം, അതുവരെ കൊച്ചുണ്ടാകുമെന്ന് അറിയാൻ പറ്റില്ല, വെൻ്റിലേറ്റർ കേറ്റർ ചെയ്യണം, ഒപ്പിട്ടേക്കാൻ പറയും.
അപ്പോൾ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയിലൂടെ നമ്മൾ പോണത്. പക്ഷേ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്താ കാര്യം? ആ ഉടമ്പടി ജെന്യുവിനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് പരിശുദ്ധാത്മാവ് വരും. കാര്യം ഉടമ്പടി ഗൈഡ് ചെയ്യണമെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ ദൈവത്തിൻ്റെ ഉടമ്പടി സംരക്ഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി വരും. അതായത് പ്രതികൂലമായ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞ് പ്രതികൂലമായ കാലാവസ്ഥയിലെ ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പരിക്കില്ലാതെ നിറവേറ്റാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കണമേ, എന്നിൽ നിറയണമേ, എന്നെ നയിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ജെർക്കിംഗ് ഒക്കെ വരുന്നതും, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ബമ്പേ കയറും, ഹമ്പേ കയറും, പിന്നെ വണ്ടി വിറക്കും, പലതരത്തിലുള്ള തുള്ളലൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ചില സമയത്ത് റോഡിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതാണ്, അല്ലേ? റോഡിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഹമ്പും തുള്ളലൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മളുടെ ഉടമ്പടി റോഡ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങളിതൊരു ടൈം പാസ് പോലെ ചെയ്യും. കൂട്ടുകാർ വന്നപ്പോൾ എൻ്റെ വണ്ടിയെ കൂടി കയറിപ്പോയി എന്നാൽ ഞാനും വന്നെന്ന് പറയും. ഉടമ്പടി എടുക്കണമെന്നവർക്കൊരു ബോധമില്ലേ? ഞാനൊരു കോമഡി പോലെയാണ് ഉടമ്പടി എടുത്തതെന്നൊക്കെ ഇന്നലെ സാക്ഷ്യം പറഞ്ഞുവിടാ. കോമഡി പോലെയൊക്കെ ഉടമ്പെടുത്ത് ദൈവം പിന്നെ കാലെപ്പിടി നിലത്തിട്ടിങ്ങിടാ. പിന്നെ അടിയൊക്കെ കൊണ്ട് വെറുതെ ചുമ്മാ വന്ന് അവസാനം മുങ്ങി വന്ന് തേങ്ങി നിൽക്കണ കാണാം. ഇന്നലെയൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഓക്കെ ആവില്ല. പക്ഷേ എന്നാലും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷണത്തിനും ഉടമ്പടി ഉപ്പ് നോക്കാൻ വേണ്ടി ഇറങ്ങരുത്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവമായിട്ട് റിലേഷനാണ്. ദൈവം ഇതിൽ നിന്ന് ഒത്തിരിയേറെ ടേൺ ഓവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ വരുന്നത് എന്താണ് ഉടമ്പടി ക്രൈസിസ് എന്ന് പറയുന്നത്? വാട്ട് ഇസ് എ ക്രൈസിസ് ഓഫ് ദി കവനൻറ്റ്? നിങ്ങളുടെ വഴി ഒന്ന്, ദൈവത്തിൻ്റെ വഴി വേറെ ഒന്ന്. ബുദ്ധിയുള്ള ജ്ഞാനി ദൈവത്തിൻ്റെ വഴികളെ പെട്ടെന്ന് സക്ക് ചെയ്യും. ബുദ്ധിയില്ലാത്ത ജഡികൻ ഇത് മനസ്സിലാക്കാതെ അവൻ്റെ വഴിയെ തന്നെ പോകും. അതുകൊണ്ടാണ് ഉടമ്പടി തുള്ളണത്. ചില ആൾക്കാർക്ക് തുള്ളത്തില്ല. എന്തെല്ലാം ഉടമ്പടി പരാജയപ്പെട്ടാലും ഈ അൾഡിനെ പോലെ അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കും. കരയും, അത് അമ്മയുടെ അടുത്ത് മാത്രമേ കരയത്തുള്ളൂ. വേറെ ഇഷ്യൂസൊന്നുമില്ല. അവളുടെ പ്രവർത്തനങ്ങൾക്കോ ഉടമ്പടി ജീവിതത്തിനോ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ വരണത് നിങ്ങളുടെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണല്ലോ. നിങ്ങൾ ഓർത്തിരിക്കണത് ഈ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയണത് നമ്മൾ ഉടമ്പടി യൂദാസ് പുണ്യാളൻ്റെ പെട്ടിക്കൊണ്ടുപോയി അമ്മ പ്രസവിക്കണം, ആട് പ്രസവിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിടുമ്പോൾ ഉടനെ ഇതെല്ലാം സംഭവിച്ച് പിറ്റേ ആഴ്ച ഒരു സാക്ഷി കഥ എഴുതി കൊടുക്കുമ്പോഴുള്ള സിമ്പിൾ പരിപാടി അല്ല ഇത്. നിങ്ങൾ കൈ കൊടുക്കുന്നത് ദൈവമായിട്ടാണ്. അത് ദൈവം ഉൽപ്പത്തി പുസ്തക കാലം മുതൽ രൂപപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനുമായിട്ടുള്ള റിലേഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ചൂണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുകയായിരിക്കും. ഉടമ്പടി ഒരു ചൂണ്ടയല്ല. ദൈവമായിട്ട് കണക്കാക്കി ചെയ്താൽ ദൈവം പറയും ഈ വിനിമയത്തിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എന്താ കിട്ടണമെന്ന് നോക്കും.
ഇതെല്ലാം നീ നേടിയിട്ട് അവസാനം നീ ഭൂമി നിത്യതയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഉടമ്പടി നഷ്ടമായിരിക്കും. ലോകം മുഴുവനും നേടുന്നതിന് വേണ്ടി മനുഷ്യന് എപ്പോഴും അഭിവാഞ്ചം ഉണ്ടാകും. അപ്പം ലോകം മുഴുവൻ നേടിയാലും എന്താണ്, ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഉടമ്പടി കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. നിങ്ങൾ ലോകത്തിൻ്റെ ഇപ്പോൾ എഴുതിയിരിക്കണം മുഴുവൻ ലോകകാര്യങ്ങളല്ലേ, വീട്, ജോലി, വിവാഹം, എല്ലാം മക്കൾ, എല്ലാം ലോകകാര്യങ്ങളല്ലേ. അപ്പോൾ ഈശോ ചോദിക്കും, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട ഇതെല്ലാം ഞാൻ കിട്ടി, ഉടമ്പടിയിൽ 6 കിട്ടി, പിന്നെ ഉടമ്പടി വെച്ച് കിരിക്കി കുത്തുകാരനെ പോലെ എല്ലാം ആടിയൻ ഒരു പൂര് ക്ലാവറെന്ന് പറഞ്ഞ് വെച്ച് എല്ലാം അടിച്ച് മിന്നിച്ച് 7 കിട്ടി, 4 ഉടമ്പടിയും കഴിഞ്ഞ് 4 സാക്ഷ്യവും പറഞ്ഞ് ലോകം മുഴുവൻ നേടി. നീല ഉടമ്പടിയും തുള വെച്ചുകൊണ്ട് നടക്കുന്ന ചില ഈ പിശാചുക്കളുണ്ട്. നീല ഉടമ്പടിയാണ്. ഞാൻ ചോദിച്ചത് ആരാണ്, നിങ്ങൾ ബൈബിൾ വായിച്ചോ? ബൈബിൾ വായിക്കാൻ കണ്ണു കാണാൻ പാടില്ല. മാതാവേ, നീല ഉടമ്പടിക്കാർക്ക് ബൈബിൾ വായിക്കാൻ കണ്ണു കാണാൻ പാടില്ലെന്ന്, പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ദൈവം നിങ്ങളെ കാണണേ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു വണ്ടി വിട്ടൊക്കെ പറയും. അത് ഉടമ്പടിക്ക് എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടി ഒരു ഉടമ്പടി എടുത്ത് പുതുക്കി ഇരിക്കുകയാണ്. പത്രം മേടിച്ച് കൊടുത്താൽ മതിയല്ല, പുതുക്കി കിട്ടുമല്ല എന്ന് വിചാരിക്കും. ഈ തീറ്റയെ കൊണ്ട് തീച്ചേനെ വേഗത്തില്ല. നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നത് അനുഗ്രഹമാണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവത്തിന് എന്താ കിട്ടുന്നത്? ദൈവം തന്ന ആത്മാവിൽ നിങ്ങൾക്ക് കൃപ രൂപപ്പെട്ടിട്ടുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ ലാഭം. ഈ കച്ചവടത്തിൽ, വിനിമയത്തിൽ ദൈവത്തിൻ്റെ ലാഭം എന്താ? നിങ്ങളുടെ ആത്മാവിന് കൃപ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയാണ് കൃപയെന്ന് പറയണത്. നിങ്ങളുടെ ആത്മാവ് മുമ്പത്തേക്കാൾ ദൈവശക്തിയിൽ നിറഞ്ഞോ? ഈ ദൈവശക്തി നിറയാൻ വേണ്ടി എപ്പോഴും ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ഒരു പരീക്ഷണം നമ്മളെ ബലഹീനമാക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മളെ ബലഹീനമാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബലഹീനമാകണത് പലപ്പോഴും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12:9 ബലഹീനതയിലാണ് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പോൾ ആത്മാവ് കൃപ ധരിക്കുന്നത് എപ്പോഴും നമ്മുടെ ബലഹീനതയിലായിരിക്കും, ഭൗതികമായ ലോസിലായിരിക്കും, ഭൗതിക നേട്ടത്തിലല്ല. അത് തന്നെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്നൊരു 30 മേനി 60 മേനിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവൾക്ക് പരാജയപ്പെടാൻ ദൈവം അനുവദിക്കും. എന്താ കാര്യം? ഭൗതികമായ കോട്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർ ബലഹീനമാകും. അവർ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കും. അതാണ് കൃപയെന്ന് പറയുന്നത്. നിങ്ങൾ 1 കൊരിന്ത്യർ 15:10 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവസാനം നീ പൗലോസിനെ പോലെ പറയണം. എന്താണ്? 1 കൊരിന്ത്യർ 15:10 ഒന്ന് പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ആത്മവിശ്വാസം ആദ്യം അടിച്ചു കളയണം. നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെ, ഞാൻ എന്തായിരിക്കുന്നു അതിൻ്റെ തറവാട്ട് മഹിമയാണ്, ഞാൻ എന്തായിരിക്കുന്നു ഞാൻ കഠിനാധ്വാനം ചെയ്തതാണ്. ചില ആൾക്കാർ അപ്പനോടും അമ്മയോടും പറയത്തില്ലേ, നിങ്ങളിങ്ങനെ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് ബുദ്ധി ഉണ്ടായി, ഞാൻ പഠിച്ചു, നിങ്ങളുടെ മകൻ പഠിച്ചില്ല, അല്ലെങ്കിൽ ഞാനെന്ത് ചെയ്യണം? ഉടമ്പടി എടുത്ത് കാനഡയിൽ വെച്ച് തള്ളണേ. എന്താ പറയണത്? എടീ, അവൻ തേരാപ്പാറ നടക്കണില്ലേ, അവൻ പഠിക്കാനുള്ള കാശ് കൊണ്ടാണ് നീ പഠിപ്പിച്ചത്. ഇപ്പം അവൻ താമസിക്കാനുള്ള വീടും നീ പുരേ കടപ്പെടുത്തി എടുത്ത് അവനിപ്പോൾ പെണ്ണും കിട്ടണില്ല. നീയാണെങ്കിൽ അവിടെ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കണം, ആരാണ്ടോട് കറങ്ങി കിടക്കണം, സായിപ്പോട് കറങ്ങി കിടക്കണമെന്ന്. അമ്മയോട് ആരാണ്ട് പറഞ്ഞാൽ തെറ്റാ ശരിയെന്ന് അറിയാൻ പാടില്ല. അമ്മയും മകളും തമ്മിൽ കോർക്കും. അപ്പനും അമ്മയും അപ്പനൊരിക്കലും അപ്പം ഭയങ്കര കാര്യത്തിൽ ഭയങ്കര അപ്പന്മാരാണ് ചില പെമ്മക്കളൊക്കെ നശിപ്പിച്ചിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നശിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അപ്പന്മാർ പെമ്മക്കൾ കാണിക്കുന്ന പൊട്ടത്തരങ്ങളെ എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. അമ്മ ശാസിച്ചാലും ഇടി അവളെ വഴക്കുണ്ട്, അവളെ എൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുനാൾ പോലെ അപ്പന്മാരും ഈ പെമ്മക്കളെ സപ്പോർട്ട് ചെയ്ത് അവസാനം ഇനി അപ്പന്മാർക്ക് തിരിച്ചു വരാൻ പറ്റുക? നിങ്ങൾ അപ്പന്മാർ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നശിപ്പിച്ചു, കളഞ്ഞു കുളിച്ചെന്ന് പറയാം. എന്ന് വെച്ചാൽ മകളുടെ വഴി തെറ്റിപ്പോകുമ്പോൾ അമ്മയും പെണ്ണായത് കാരണം അമ്മയ്ക്കറിയാം ഇവളുടെ നടപ്പ് സ്റ്റെപ്പ് തെറ്റുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അമ്മ ഉടനെ ഓരോ കാര്യം എടുത്തിടും. തിടി പിന്നെ നാട്ടുകാർക്കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടാ, നാട്ടുകാരെക്കൊണ്ട് പറയിപ്പിക്കട്ടെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ അത് ചോദിക്കണില്ല. അപ്പനിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ ഇവളെന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് 2 കണ്ണീരെടുത്ത് ചോറ് വെള്ളിട്ടും അവൾ കൈ കഴുകാതെ പോയിരുന്നിട്ട് പോകും. അവൾ പോയി. നിനക്ക് വല്ല കാര്യമുണ്ട് അവിടെ കരുത്തേക്ക് കയറാൻ?
പാവം, മകളെ വാടി കഴിക്കടിയെന്ന് അപ്പം പറയും. പോരെ, അപ്പൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടി കള്ളക്കണ്ണീരായിരുന്നു അത്. അവളുടെ തോന്നിയ വാസത്തിന് അപ്പൻ്റെ ലൈസൻസ് വാങ്ങിച്ച് അമ്മയെ അടിച്ച് പുറത്ത് കളയാൻ വേണ്ടിയുള്ള പ്രകൃതം കാണിച്ചായിരിക്കുന്നത്. അതിന് അപ്പം കൂട്ടി നിൽക്കും. അപ്പോൾ അമ്മ അവിടെ നിസ്സഹായായി. അപ്പനും അമ്മയും കഴിഞ്ഞില്ല ഈ അഭ്യാസം കാരണം ഇവളെന്ത് ചെയ്ത്, ഇപ്പം എന്ത് ചെയ്ത്, ആങ്ങൾക്ക് പെണ്ണുമില്ല, ജോലിയുമില്ല, അവനിങ്ങനെ മുടിയും വെള്ളത്തിൽ കഞ്ചാവും അടിച്ച് നടക്കുകയാണ്. കാര്യം എന്താ, കുറിച്ചൊരു കാര്യമുണ്ട, ഈ അപ്പനും അമ്മയും ഈ പെങ്ങളും കൂടി അവൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുകയാണ്. അവനിപ്പോൾ 10-35 വയസ്സായി. പെണ്ണ് കിട്ടുമ്പോൾ ചെറുക്കൻ എന്താ ജോലി, വീട് സ്ഥലവും മകളുടെ ജോലിന് വേണ്ടി വിദ്യാഭ്യാസ ലോണിന് വീട് വെച്ചിരിക്കുകയാണ്. ആരടക്കും? അവളടക്കണില്ല. കുടുംബം നശിപ്പിച്ച് കളഞ്ഞു. ഈ ആൾക്കാരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടേ. ഈ ദുഷ്ട ഉദ്ദേശത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ചില മുട്ട പൊരുന്നാതെ ചീഞ്ഞു പോകത്തില്ല, അതുപോലെ ഉടമ്പടി ചീഞ്ഞു പോകും. കാര്യം എന്താ, നിങ്ങളുടെ കയ്യിരിപ്പ് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നോക്കണത് നിങ്ങൾ നിങ്ങളുടെ ഭൗതിക നേട്ടം നോക്കുന്നു. ദൈവം എന്ത് നോക്കുന്നു? നിങ്ങളുടെ കൃപയുണ്ടാകുമോ എന്ന് നോക്കുന്നു. കൃപയുണ്ടാകത്തില്ലാത്ത വർഗമാണെന്നുണ്ടെങ്കിൽ ദൈവത്തോട് സഹകരിക്കാൻ തയ്യാറല്ല. എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വരുമ്പോൾ തന്നെ പ്രാർത്ഥന നിരക്കുന്ന പണ്ടാരമാണെങ്കിൽ ദൈവം ആ ചീട്ട് കീറും. നീ എങ്ങനെയും പോയി ജീവിച്ചോളാൻ പറയും. ഞാനിവിടെ പട്ടിക്കും കഴുതയ്ക്കും പൂച്ചക്കും എല്ലാം തീറ്റി കൊടുക്കുന്നുണ്ട്, അതുങ്ങളൊക്കെ പെറ്റ് പെരുകുന്നുണ്ട്, നീയും പെറ്റ് പെരുകും, നിനക്കും ജോലി കിട്ടും, പക്ഷെ നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് പറയും. എന്താ കാര്യം? നിത്യതയിൽ നിനക്ക് ഓഹരിയിലെന്നാണ്, കൃപയിലെന്നാണ്. നിനക്ക് അനുഗ്രഹമുണ്ട്, ദാറ്റ്സ് ഓക്കെ. അതിവിടെ അനുഗ്രഹം ആർക്കാണ് ഇല്ലാത്തത്? PSC ഒക്കെ ആൾക്കാർക്ക് കിട്ടുന്ന എല്ലാം ദൈവവിശ്വാസികളാണ്. നിങ്ങളവർക്കത് ഭൗതികമായൊരു നേട്ടത്തിന് വേണ്ടിയാണ്. ദൈവം കസേര വിട്ടിരിക്കണമെന്ന് വിചാരിക്കരുത്. ദൈവം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കിയതിന് ശേഷം നിത്യതയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഓഹരി കിട്ടുമോ? അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഭൗതികമായ നേട്ടമാണ്. ഇത് തമ്മിൽ സംഘർഷം ഇടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? ദൈവം നിങ്ങളെ ക്ലേശിപ്പിക്കും ചില സമയത്ത്. ആ ക്ലേശങ്ങളിൽ നിങ്ങളെപ്പോഴും പിടിച്ചു നിൽക്കണം. അപ്പം ദൈവം ഒരു 30 മേനിയായിട്ട് നിങ്ങളെ കണക്കാക്കും. അവസാനം നിങ്ങൾക്കറിയാവില്ല, ദൈവത്തിന് നിങ്ങളെ തോൽക്കണ സ്ഥലത്ത് വെച്ച് ദൈവം നിങ്ങളെ പൊക്കി കൊണ്ടുവരും. എന്താ കാര്യം? ദൈവത്തിൽ ആശ്രയിക്കുന്ന തോക്കാൻ സമ്മതിക്കത്തില്ല ദൈവം. അതാണ് എൻ്റെ വിഷയം. ദൈവം നിങ്ങൾ എല്ലാവരും നിന്നെ കൈവിട്ട് തോക്കണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും എൻ്റെ ജീവിതം ഗതി പോയി, എൻ്റെ വിധി ഇതാണെന്ന് പറയുമ്പോൾ ഈശോ പറയും നിൻ്റെ വിധി ഞാനാണെന്ന് പറയും, ഞാനാണ് തീരുമാനിക്കണമെന്ന് പറയും. കാരണം മരണം പ്രഖ്യാപിക്കാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നം മരണം. അപ്പോൾ ഞങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും അവൻ പരപിതാവ് ആ പരിഹാരം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ഉയർപ്പിച്ചുവെന്നുമാണ് നാം വിശ്വസിക്കണത്. അവനെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന കാരണം നമ്മൾ മരിക്കയില്ലെന്നും നമുക്ക് നിത്യജീവൻ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കണത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കണമെന്ന് നീ പറഞ്ഞാൽ ദൈവം അത് വരവ് വെക്കത്തില്ല. അവിടെയാണ് പ്രശ്നം. നീ ഞാനും പറയും വിശ്വാസ പ്രമാണം ചെല്ലും, എന്താ കുഴപ്പം? ഒരു പുസ്തകം മേടിച്ച് എഴുതിയാൽ മതിയാ, അതുകൊണ്ട് കഥയില്ല. നിൻ്റെ കയ്യിലൊക്കെ വിശ്വാസ പ്രമാണത്തിൻ്റെ പുസ്തകമില്ലേ? അത് നീ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൻ്റെ മരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടെയാണ് പ്രശ്നം. മരണം പ്രഖ്യാപിക്കാതെ, യേശുക്രിസ്തുവിൻ്റെ മരണം പ്രഖ്യാപിക്കാതെ സ്വന്തം സഹനങ്ങളിൽ കർത്താവിൻ്റെ സഹനത്തെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തെ നാമത്തിനുവേണ്ടി മഹത്വത്തോടെ കൂട്ടുവെച്ചുകൊണ്ട് അത് കൃപയാക്കാത്ത ഒരു മരണപ്രഖ്യാപനവും ദൈവം അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ് വചനം പറയണത്? 2 Corinthians 4:10 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 2 Corinthians 4:10 യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് പറഞ്ഞേ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ശരീരത്തിൽ മരണം സംവഹിക്കുന്നതാണ് ഉയർപ്പ് വിശ്വസിക്കുന്നതിൻ്റെ ആദ്യ പടി. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് രോഗമില്ല, എനിക്ക് തകർച്ചയില്ല, പരാജയമില്ല എന്ന് വിചാരിച്ചാൽ
കർത്താവിൻ്റെ മരണത്തിൻ്റെ മുദ്ര നിൻ്റെ ജീവിതത്തിലില്ല. ദാറ്റ് മീൻസ് യു ആർ നീ യേശു വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ പോലും കർത്താവ് പറയും അത് വിശ്വാസയോഗ്യമല്ല. കാരണം അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചെന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പോൾ ഉടനെ കർത്താവ് പറയും ആ 9ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണാത്തതെന്ന് പറയും. അയ്യോ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ആ 8ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അയ്യോ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. പിന്നെ 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുമില്ല. പിന്നെ എന്തെങ്കിലും 10ാം ക്ലാസ് പാസ്സാക്കണത്. അപ്പോൾ വല്ലയിടത്തും കള്ള സെറ്റ് വരും. ഇപ്പോൾ ചില ആൾക്കാർ പറയത്തില്ലേ യൂണിവേഴ്സിറ്റി ഓഫ്, നമ്മുടെ കേരളത്തിലത്തെ പേരൊക്കെ ഉണ്ടല്ല. പണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ അറബിനെ പറ്റിച്ചിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റിക്കാർ ഈ ചങ്ങനാശ്ശേരി മുക്കിരിപ്പുണ്ടായിരുന്നു. അവരെന്ത് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നു. ആ കൊമ്പരാടിയോട് അത് വെറുതെ കളിയാക്കി പറഞ്ഞാണതേ. പക്ഷെ ഇതുപോലെ നിൻ്റെ കർത്താവിൻ്റെ ഉയർപ്പ് നീ വിശ്വസിക്കണമെന്ന് പറയണത് ഇതുപോലെയുള്ള ഫ്ലോപ്പ് വിശ്വാസമാണ്. അപ്പം കർത്താവ് ചോദിക്കും അവൻ്റെ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ മരണത്തിൻ്റെ മുദ്ര പേറിയതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ ക്ലേശങ്ങൾ നിലനിന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ നീ വിശ്വസിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. എൻ്റെ ദൈവത്തെ നമ്മുടെ ഓരോ സഹനവും വിശ്വാസിക്കുന്ന നേട്ടമാണ്. ക്രിസ്തു തന്നെ നിനക്ക് നേട്ടമാണ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ സഹനങ്ങളോട് ചേർത്ത് വ്യക്തമാക്കി മാറ്റുവാൻ ആരാധനയോടെ വിശ്വസിച്ചിടണമേ. ആഴമാർന്ന മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. ആഴമാർന്ന മഹാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. ആഴമാർന്ന മഹാത്യാഗത്തെ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കൈകൾ നെഞ്ചത്ത് കമത്തി വെച്ച് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാം. കർത്താവേ, അങ്ങ് തന്ന വചനങ്ങൾ ഞാൻ അവർക്ക് നൽകി. അവരൊത്തിരി പേര് അത് സ്വീകരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ക്ലേശങ്ങളെ കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായി ജീവിതത്തിൽ ഏറ്റുപറയാൻ ആവശ്യമായ ജ്ഞാനവരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തു ഒരേ സമയം വചനവും ജ്ഞാനവുമാണല്ലോ. ക്രിസ്തുവിൻ്റെ വചനം നടപ്പിൽ വരുമ്പോൾ അത് നിറവേറുന്ന ദൈവികമായ പദ്ധതികളെക്കുറിച്ചുള്ള അന്തർജ്ഞാനമാണ് സുവിശേഷത്തിൻ്റെ ജ്ഞാനം. ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനമാണ് സഹനങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം ജീവിതാനുഭവങ്ങൾ കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ നിൻ്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ നീ നൽകുന്ന നിത്യത പ്രത്യാശിച്ചുകൊണ്ട് മുന്നേറുവാൻ ഉടമ്പടിയിലൂടെ ഞങ്ങളെ നീ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ മഹത്വം ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ ആരാധന മഹത്വം ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ സാന്നിധ്യം നൽകുന്ന ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഈ നിമിഷം ഈ തീർത്ഥാടനത്തിലെ പങ്കെടുത്ത് ആരാധിക്കുന്ന ഓരോ മക്കളുടെ മേലും സ്പർശിക്കണമേ. കർത്താവേ, ഓൺലൈനിലെ ധ്യാനം കേൾക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ ഈ നിമിഷം എല്ലാ മക്കളെയും സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി അമ്മയുടെ മാധ്യസ്ഥതയിലെ നാമത്തിലെ എല്ലാ മക്കളിലും പ്രസരിക്കട്ടെ. മാരക രോഗങ്ങള്, വേദികള്, ദുരിതങ്ങള് ദൈവത്തിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ആരാധന, മഹത്വം, ആരാധന, മഹത്വം. വരേണമേ, സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, ഇതുവരെ നീക്കുപോക്കില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട്. അതിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകാത്ത എല്ലാ ജീവിത വിഷയങ്ങളെയും ജീവിത ദുരിതങ്ങളിലെയും ഈ ആരാധനയിലൂടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവര്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോയവര്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവര്, പങ്കാളിയോട് ക്രൂരത കാണിക്കുന്നവര്, നിയമപരമായിട്ട് വൈരാഗ്യവും പ്രതികാരം കാണിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാചിക ചിന്തയുള്ളവര്, അവരെല്ലാം മനസ്സന്തരപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. വീട് സ്ഥലവുമില്ലാത്ത ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ജപ്തി നടപടിയെ നേരിടുന്നവർ, കടകമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവർ, അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, നാട്ടിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നവർ, വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അലയുന്നവർ, ഇപ്പോഴും വിസ ശരിയാകാത്തവർ, ഇപ്പോഴും ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ, തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവർ, ജയിലിലകപ്പെട്ടവർ, എല്ലാവരും വേദനിച്ച് കണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. മക്കളില്ലാത്തവര്, അന്യാധീനമായിട്ട് വാടകയ്ക്ക് താമസിച്ചിട്ട് ഇറങ്ങിക്കൊടുക്കാത്തവര്, വാടക പോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസിൽ കുരുക്കി വിഷമിച്ച് ജീവിക്കുന്നവര്, പൊറുക്കണ സ്ഥലത്ത് വെള്ളമില്ലാത്തവർ, വെള്ളമെത്താൻ മാർഗമില്ലാത്തവർ, വിറ്റുചുട്ട് പോരാനും പറ്റണില്ല, അവിടെ കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുന്നവർ, ശരീരം മുഴുവൻ രോഗമുള്ളവർക്ക്, ഉറക്കമില്ലാത്തവർ, പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ, പാങ്ക്രിയാസിന് നീരുള്ളവർ, അതിനിപ്പോൾ ഓപ്പറേഷൻ നിശ്ചയിച്ച് ശരീരത്തിൻ്റെ വിവിധമായ
അവയവങ്ങൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, അതിൽ പേടിയുള്ളവർ, അതിന് പണമില്ലാത്തവർ, അവർക്കെല്ലാം വിടുതല വേണ്ടി ശ്രദ്ധിക്കട്ടെ. ശക്തി